ധനബില്ല് പാസാക്കിയ നിയമസഭ. ബില്ലിൽ വീര്യം കുറഞ്ഞ മദ്യനികുതിയും. വീര്യം കുറഞ്ഞ മദ്യത്തിന് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ വെച്ച് ഏറ്റവും കൂടുതൽ നികുതിയാണ് കേരളത്തിൽ നിശ്ചയിച്ചതെന്ന് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ. കർണാടകയിൽ വീര്യം കുറഞ്ഞ മദ്യത്തിന് കുറഞ്ഞ നികുതിയാണ് ഏർപ്പെടുത്തിയിരിക്കുന്നതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. നികുതി നിശ്ചയിക്കുക മാത്രമാണ് നികുതി വകുപ്പ് ചെയ്തിരിക്കുന്നത്. വീര്യം കുറഞ്ഞ മദ്യം വിൽക്കണോ എന്ന് തീരുമാനിക്കുന്നത് UDF സർക്കാരിന്റെ മദ്യനയത്തിന്റെ ഭാഗമായാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. വിൽക്കേണ്ട എന്നാണ് തീരുമാനമെങ്കിൽ വിൽക്കില്ല. മറിച്ച് റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ പ്രോത്സാഹിപ്പിക്കാനാണ് തീരുമാനമെങ്കിൽ അപ്പോൾ ചുമത്തേണ്ട നികുതി നിശ്ചയിക്കുക മാത്രമാണ് ചെയ്തിരിക്കുന്നത്. വിൽപ്പനയ്ക്ക് നടപടിക്രമങ്ങൾ എക്സൈസ് വകുപ്പിന്റെയും ബെവ്കോയുടെയും നിയന്ത്രണത്തിലാണെന്നും നികുതി നിശ്ചയിച്ച് വിജ്ഞാപനം വന്നതുകൊണ്ട് മാത്രം വിൽപ്പനയ്ക്ക് അനുമതിയായെന്ന് പറയുന്നത് തെറ്റാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. സംസ്ഥാനത്ത് നിലവിൽ വിൽക്കുന്ന വിദേശ മദ്യത്തിന്റെ വീര്യം 42.86%. ഇതിന് പകരമായി 20% വരെ വീര്യമുള്ള മദ്യം ലഭ്യമാക്കിയാൽ ഹാർഡ് ലിക്കറിന്റെ ഉപഭോഗം കുറയ്ക്കാൻ സാധിക്കുമെന്ന് സബ്ജക്ട് കമ്മിറ്റിയുടെ കുറിപ്പിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. മദ്യനിരോധനം പ്രായോഗികമായി നടപ്പാക്കാൻ കഴിയില്ലെന്ന ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് മദ്യവർജനം എന്ന ആശയത്തിലേക്ക് സർക്കാർ എത്തിയതെന്നും ഇത് ടൂറിസം, IT മേഖലകളിൽ ഉണർവുണ്ടാക്കുമെന്നും മുഖ്യമന്ത്രി വി.ഡി. സതീശൻ പറഞ്ഞു. ബിയറിനും വൈനിനും ഇടയിലുള്ള മദ്യത്തിന് പുതിയൊരു കാറ്റഗറി സൃഷ്ടിക്കുകയാണ് ചെയ്തത്. 0.5 മുതൽ 20% വരെ ആൽക്കഹോൾ അടങ്ങിയ മദ്യത്തിന് 120% മുതൽ 175% വരെ നികുതിയാണ് നിശ്ചയിച്ചിരിക്കുന്നത്. ഇത് ദക്ഷിണേന്ത്യയിലെ തന്നെ ഏറ്റവും ഉയർന്ന ടാക്സ് നിരക്കാണെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. ബിയറിനെയും വൈനിനെയും അപേക്ഷിച്ച് ഉയർന്ന നികുതിയാണിതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. വീര്യം കുറഞ്ഞ മദ്യം വിൽക്കാനുള്ള നടപടികളെല്ലാം പൂർത്തിയാക്കിയത് ഇടത് സർക്കാരാണെന്നും ഇപ്പോൾ അവർ എതിർക്കുന്നത് ബജറ്റിന്റെ പകിട്ട് നഷ്ടപ്പെടുത്താനാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. അവരുടെ കൂടെ ചില ആളുകൾ കൂടിയെന്ന് മാത്രം. അതിലൊന്നും സർക്കാർ വഴങ്ങില്ലെന്നും സർക്കാരിന് കൃത്യമായ പദ്ധതി ഉണ്ടെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. അതേസമയം വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ പുതിയ നികുതി ഘടന ഉൾപ്പെടുത്തിയ ധനബില്ല് കേരള നിയമസഭ പാസാക്കി. ശബ്ദവോട്ടോടെയാണ് ധനബില്ല് പാസാക്കിയത്.